നന്മയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷു സമാഗതമാവുകയാണ്. സൂര്യൻ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ പുണ്യകാലം പുതിയൊരു വർഷത്തിന്റെ തുടക്കമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലം എങ്ങനെയായിരിക്കും എന്നാണ്. മേടക്കൂറിൽ വരുന്ന അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും കർമ്മകുശലരുമാണ്. എന്നാൽ വരാനിരിക്കുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില വഴിത്തിരിവുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഗ്രഹഗതികൾ നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വർഷത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശനിയുടെ മാറ്റമാണ്. ശനി നിങ്ങളുടെ 12ാം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുകാലം മുതൽ 7 ശനികൾ തുടക്കമാണ്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. 12ലെ ശനി ചില അനാവശ്യ ചെലവുകൾ തരുമെങ്കിലും ഭാഗ്യസ്ഥാനാധിപനായ ഗുരു അല്ലെങ്കിൽ വ്യാഴം ജൂൺ മാസത്തോടെ കർക്കിടകം രാശിയിലേക്ക്, അതായത് നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് ഉച്ചനായി കടന്നു വരുന്നു. ഇത് അശ്വതി നക്ഷത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. രാഹു 11ലും കേതു 5ലും നിൽക്കുന്ന ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കണ്ടുവരുന്നത്. തൊഴിൽ രംഗത്ത് അശ്വതിക്കാർക്ക് ഈ വർഷം അത്യധ്വാനം ആവശ്യമായി വരും. 7 ശനിയുടെ സ്വാധീനമുള്ളതിനാൽ ജോലിയിൽ അല്പം മാനസിക സമ്മർദ്ദമോ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതോ ആയി അനുഭവപ്പെടാം. സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. എങ്കിലും ജൂൺ മാസത്തിന് ശേഷം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തെളിയുന്നുണ്ട്. മുടങ്ങിക്കിടക്കുന്ന വിസ കാര്യങ്ങൾ ശരിയാക്കാനും ദൂരദേശങ്ങളിൽ പുതിയ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ പ്ലാനിംഗ് വേണം. അനാവശ്യമായ വലിയ നിക്ഷേപങ്ങൾ ഈ വർഷം ഒഴിവാക്കുന്നതാണ് ഉചിതം. സാമ്പത്തികമായി നോക്കിയാൽ വരവിനേക്കാൾ ചെലവ് കൂടുന്ന ഒരു പ്രവണത ഈ വർഷം കണ്ടേക്കാം. ശനി 12 നിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായ ചിലവുകൾ അത് വീട് പണിക്കോ വാഹനത്തിനോ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾക്കോ വേണ്ടിയാകാം വന്നു ചേരും. പക്ഷേ വ്യാഴത്തിന്റെ അനുഗ്രഹം 4ാം ഭാവത്തിൽ ഉള്ളതിനാൽ ഭൂമി ഇടപാടുകളിൽ നിന്നും കൃഷിയിൽ നിന്നും ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വീട് വാങ്ങാനോ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തെ 2ാം പകുതി വളരെ അനുകൂലമാണ്. ഭാഗ്യക്കുറി, ചിട്ടി തുടങ്ങിയവയിലൂടെ അപ്രതീക്ഷിത ധനാഗമനത്തിനും ചെറിയ സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കുമെങ്കിലും ഇടയ്ക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ദമ്പതികൾ തമ്മിൽ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് ഉചിതമായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഈ വർഷം തീരുമാനമാകും. അവിവാഹിതരായ അശ്വതിക്കാർക്ക് വിവാഹാലോചനകളിൽ പുരോഗതിയുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്താൻ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി സഹായിക്കും. ബന്ധുജനങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് പ്രതിതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം തേടുന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ അശ്വതിക്കാർ ഈ വർഷം അല്പം ശ്രദ്ധിക്കണം. 7 ശനിയുടെ കാലമായതിനാൽ ഉറക്കക്കുറവ്, കാലുകൾക്കോ പാദങ്ങൾക്കോ ഉണ്ടാകുന്ന വേദന, ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. മാനസികമായ പിരിമുറുക്കം കുറയ്ക്കാൻ യോഗയോ മെഡിറ്റേഷനോ ചെയ്യിക്കുന്നത് നന്നായിരിക്കും. കൃത്യസമയത്തുള്ള ഭക്ഷണം ഉറപ്പാക്കുക. യാത്രകളിൽ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് രാത്രികാല യാത്രകൾ കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും. ഏതൊരു പ്രതിസന്ധിയിലൂടെയും ഭക്തിയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ദോഷകാഠിന്യം കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ശനിയുടെ ദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം വഴിപാട് നടത്തുകയോ ശനി അഷ്ടോത്തരം ജപിക്കുകയോ ചെയ്യുക. ഗണപതി ഭജനം, വിഘ്നങ്ങൾ മാറാൻ നിത്യവും ഗണപതി സ്തുതികൾ ചൊല്ലുക. ദാനധർമ്മങ്ങൾ, പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ശനിദോഷത്തിന് വലിയൊരു ശാന്തിയാണ്. ഈ വർഷം നിങ്ങൾക്ക് ഉയർച്ചയുടെയും തിരിച്ചറിവുകളുടെയും വർഷമാകട്ടെ. ദൈവാനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.